Now, ഇനി അടുത്തതായിട്ട് പാക്കേജിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ സ്ട്രാറ്റജി മീൻസ് തന്ത്രം അല്ലേ? തന്ത്രം എന്നാണ് നമ്മൾ പലയിടത്തും ഉപയോഗിച്ച വാക്കാണ് സ്ട്രാറ്റജി. ദിസ് ഈസ് മാർക്കറ്റിങ്ങിന് വളരെ കോമൺ ആയിട്ട് പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പ്രൈസിങ്ങിൽ വി യൂസ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. പ്രോഡക്റ്റിൻ്റെ കേസിൽ തന്നെ അതിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പാക്കിങ്ങിലും ഒക്കെ പലയിടത്തും കമ്പനികൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സോ പാക്കേജിംഗ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. It plays a very important role in promotion of the product. As we have seen earlier, it serves the core function of protection of the product, and also it gives information about the product to the consumers. ഒരു ഉൽപ്പന്നത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറയുന്നതും അതുപോലെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വിവരങ്ങൾ കൺസ്യൂമറിന് കൊടുക്കുക, ഇതൊക്കെയാണ് പാക്കേജിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ വി ക്യാൻ സീ ദാറ്റ് മാർക്കറ്റേഴ്സ് വൈഡ്ലി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊമോഷണൽ പാക്കേജിംഗ് ടെക്നിക്സ്. ഓർ പാക്കേജിംഗ് ഒരു തന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മാർക്കറ്റേഴ്സ് പലതരത്തിലുള്ള പാക്കേജിങ്ങും അവരുടെ പ്രൊമോഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാക്കേജിങ് ഉപയോഗിച്ച് നമുക്ക് കാണാറുണ്ട്. അങ്ങനെ പാക്കേജിങ്ങിനെ ഒരു സ്ട്രാറ്റജിയായിട്ട് ഉപയോഗിക്കുന്ന ആ രൂപത്തിൽ മാർക്കറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന ചില സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസ്കൗണ്ട് പാക്കിംഗ്. ഡിസ്കൗണ്ട് പാക്കിംഗ്, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന് സാധാരണഗതിയിൽ അതിന് സാധാരണ ചാർജ് ചെയ്യുന്ന തുകയേക്കാളും കുറഞ്ഞ ഒരു വില കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന സമയത്താണ് അതിൻ്റെ പ്രൈസ് ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുന്നത്. സോ ഒരു ഉൽപ്പന്നത്തിന് ഇങ്ങനെ കമ്പനികൾ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുമ്പോൾ ആ പ്രൈസ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ വി ആർ ഗിവിങ് യു സോ മച്ച് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ കുറച്ച് തന്നാൽ മതി, ഇത്ര രൂപയുടെ കുറവ് ഈ ഉൽപ്പന്നത്തിന് ഉണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട്, ഇപ്പോൾ 5 rupees ഓഫ്, അല്ലെ 10 rupees ഓഫ്, അല്ലെങ്കിൽ 10% ഓഫ്, 25% ഓഫ്, ഇങ്ങനെയൊക്കെ ഈ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ കുറവുണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്ന പാക്കിംഗ് ആണ്. അതായത് പാക്കിങ്ങിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ അത്തരം പാക്കിങ്ങിനെയാണ് ഡിസ്കൗണ്ട് പാക്കിംഗ് എന്ന് പറയുക. സോ ഹിയർ സിംപ്ലി ദ കമ്പനി ഈസ് ഓഫറിങ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ്. കുറഞ്ഞ വിലയ്ക്ക്, നേരത്തെ വിറ്റിരുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഡിസ്കൗണ്ട് പാക്കിംഗ് എന്ന് പറയുക. ദെൻ സെക്കൻഡ് വൺ ഈസ് കൂപ്പൺ പാക്കിംഗ്. കൂപ്പൺ എന്നുള്ള പലതരത്തിലുള്ള കൂപ്പണുകൾ പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എ കൂപ്പൺ ഓഫ് സർട്ടൻ വാല്യൂസ് either as part of the package or placed with separately in the package or placed in the container. പല ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ കിട്ടാറുണ്ട്. ചില കേസിലാണെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പർ കൂടിലോ ഒക്കെ വരുന്ന സാധനത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒരു കൂപ്പൺ ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന രീതിയിൽ കൂപ്പൺ കണ്ടിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പാക്കറ്റിൽ തന്നെ പ്രിൻ്റ് ചെയ്ത രൂപത്തിലായിരിക്കും പലപ്പോഴും കൂപ്പൺ വരിക. ഇൻ സം കേസസ്, ചില കേസിലൊക്കെ ആണെങ്കിൽ സംടൈംസ് കൂപ്പൺസ് ആർ ഇൻസേർട്ടഡ് വിത്തിൻ ദ കണ്ടെയ്നർ. ചിലപ്പോൾ ഇത് തുറന്ന് സാധനം എടുക്കുമ്പോൾ ഇതിനകത്ത് കിടന്നായിരിക്കും നമുക്ക് കൂപ്പൺ കിട്ടുക. ഇതിനുള്ളിൽ കൂപ്പൺ, എന്തെങ്കിലും തരത്തിലുള്ള കൂപ്പൺ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൂപ്പൺ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്ന, ദാറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ആസ് പാർട്ട് ഓഫ് ദ കണ്ടെയ്നർ ഓർ ആസ് പാർട്ട് ഓഫ് ദ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് പാക്കേജിനുള്ളിൽ, പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന രൂപത്തിലാകാം. അപ്പോൾ എന്തായാലും വെദർ ഇറ്റ്
It is given or it is issued as a part of the package or placed within the package or placed separately in the package. This type of packing is known as coupon packing. And actually the coupon, they functions in this way. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഈ കമ്പനികൾ ചെയ്യുന്നത്, we can redeem the coupon after the purchase of the product. പലപ്പോഴും ഈ കൂപ്പൺ കൊണ്ടുപോയിട്ട് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സമയത്ത് അടുത്ത സമയം ഇതേ ഉൽപ്പന്നം തന്നെ വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരികയോ, അല്ലെങ്കിൽ ഈ കൂപ്പൺ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും വസ്തുക്കൾ തരികയോ, ഇങ്ങനെയുള്ളൊക്കെ ഓഫറുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ വേറൊരു ഭാഗമാണ് കുറച്ചു കാലം മുമ്പൊക്കെ ഈ കുട്ടികളുടെ ഇടയിൽ പ്രചാരം ഒരു പരിപാടി ഉണ്ടാകും. ചില എന്താണ് അതിൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ മറന്നുപോയി. ചില ബബിൾഗമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റാപ്പർ 5 10 ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് സ്റ്റിക്കർ കിട്ടുക, ചെറിയ ടോയ്സ് കിട്ടുക, ഇതുപോലുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൂപ്പൺ റെഡീം ചെയ്താൽ അത് കമ്പനിക്ക് തിരിച്ചു കൊടുത്താൽ, പാക്കറ്റിലുള്ളതാണെങ്കിൽ അത് വെട്ടിയെടുത്ത് തിരിച്ചയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമെന്നോ വേറെ പ്രൊഡക്റ്റ് കിട്ടുമെന്നോ ഈ രൂപത്തിലൊക്കെയുള്ള പാക്കിങ്ങിനെയാണ് കൂപ്പൺ പാക്കിങ് എന്ന് പറയുക. ദെൻ മറ്റൊന്നാണ് പ്രൈം പാക്കേജിങ്. പ്രൈം പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യലി മെയ്ഡ് പാക്കേജിങ്. ആൻഡ് ദിസ് ഈ സ്പെഷ്യലി മെയ്ഡ് പാക്കേജിങ് ചില പ്രത്യേക രീതിയിൽ, പ്രത്യേകിച്ച് നല്ല ഒരു വാല്യൂ, ഒരു ഉൽപ്പന്നത്തിന് മൂല്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പാക്കേജിങ്ങിനെയാണ് പ്രൈം പാക്കേജിങ് എന്ന് പറയുക. സോ ദിസ് സ്പെഷ്യലി മെയ്ഡ് പാക്കേജ് ഹാവ് എയ്തർ എ റീയൂസ്, ചില കേസിലാണെങ്കിൽ അത് റീയൂസബിൾ ആയിരിക്കും പാക്കേജ് എന്ന് പറയുന്നത്, ഓർ in some cases this package shows prestige value of the product, and this type of packaging is known as prime packaging. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പോൾ പല വീടുകളിലും ഈ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ്, ബോൺവിറ്റ ഇതുപോലെയൊക്കെയുള്ള പല ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള ഒരു കാരണം, ദ സെയിം പ്രോഡക്റ്റ് ഈസ് അവൈലബിൾ ഇൻ പേപ്പർ കണ്ടെയ്നർ. പേപ്പർ ബാഗിൽ ഇത് ഉണ്ടെങ്കിൽ പോലും പല വീട്ടമ്മമാരും സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് വാങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള പാട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്തുള്ളത്, ടിന്നിനകത്തുള്ളത് വാങ്ങാം എന്ന് പലപ്പോഴും സ്ത്രീകൾ അങ്ങനെ ഒരു സജഷൻ വെക്കാറുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള പ്രോഡക്റ്റ്, ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്, ഹോർലിക്സ് എങ്കിൽ ഹോർലിക്സ്, അത് തീർന്നു കഴിഞ്ഞാലും വി ക്യാൻ യൂസ് ദിസ് കണ്ടെയ്നർ, അല്ലെ, വീട്ടിലെ ആവശ്യത്തിനും മറ്റാവശ്യത്തിനും വേണ്ടി നമുക്ക് ഈ കണ്ടെയ്നർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു റീയൂസിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ക്വാളിറ്റിയുള്ള രീതിയിൽ ഇതുപോലെ അതിൻ്റെ പാക്കേജിങ് ഡിസൈൻ ചെയ്ത് വിടാറുണ്ട്. ഇതിനെ പ്രൈം പാക്കേജിങ് എന്ന് പറയും. ഇതൊരു എക്സാമ്പിളാണ് പ്രൈം പാക്കേജിങ്. ഈ പ്രൈം പാക്കേജിങ്ങിന് മറ്റൊരു എക്സാമ്പിളും കൂടിയാണ്, പലപ്പോഴും ഉൽപ്പന്നത്തിന് ഒരു പ്രസ്റ്റീജ് വാല്യൂ തോന്നുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഇതൊരു വിദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു വൈനോ ബിയറോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ആൽക്കഹോളിക് ഡ്രിങ്കിൻ്റെ പാക്കിംഗ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കുപ്പിയിൽ വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടൊരു കുപ്പിയിൽ വെറുതെ ഇത് നിറച്ച് വിൽക്കുന്നതിന് പകരം ഇവിടെ കമ്പനി പാക്ക് ചെയ്തത് ദേ ഹാവ് യൂസ്ഡ് ബ്ലാക്ക് കളർ തന്നെ ഇതുപോലെ പ്രീമിയം, ബ്ലാക്കും ഗോൾഡും ഒക്കെ പ്രീമിയം കളറുകളായിട്ടാണ് ബ്രാൻഡിങ്ങിൽ പറയുന്നത്. ബ്രാൻഡിങ് അതിൻ്റെ ഡിസൈനിങ്ങിൽ പറയുക. അത് അങ്ങനെ അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല, കുറച്ച് പ്രീമിയം പ്രോഡക്റ്റുകൾക്ക് ഉപയോഗിക്കുന്ന കളറായിട്ടാണ്. സോ ദ കമ്പനി ഹാസ് യൂസ്ഡ് ദാറ്റ് കളർ. അതുപോലെ ഇതിൻ്റെ പാക്കിംഗ് സ്റ്റൈലൊക്കെ തന്നെ കണ്ട ഇതൊരു ഒരു സാധാരണ ഒരു എന്താ പറയുക, ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ലെന്നും, അല്ലെ ഒരു ബിയറോ വൈനോ പോലുള്ളൊരു വെറും ഒരു സാധാരണ പ്രോഡക്റ്റ് അല്ലെന്നും, ഇത് കുറച്ചുകൂടെ പ്രീമിയം പ്രോഡക്റ്റ് ആണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ കവറും ബോട്ടിലും ബാക്കി പാക്കിങ് മുഴുവൻ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്റ്റീജ് വാല്യൂ തോന്നുന്ന രീതിയിൽ, ഒരു പ്രീമിയം വാല്യൂ തോന്നുന്ന രീതിയിൽ ഉള്ള ഡിസൈനിങ്ങിനെയാണ് പ്രൈം പാക്കേജിങ് എന്ന് പറയുക. സോ ഇൻസ്റ്റന്റ് കോഫി വിച്ച് ഈസ് പാക്ഡ് ഇൻ ഗ്ലാസ് ബോട്ടിൽ ഓർ energy drink like Horlicks or Boost or Bonvita, they packed in glass tumbler or glass bottle is the example of prime packaging. അവിടെയും വരും. അതുപോലെ ഇവിടെ ഇതുപോലെ ഒരു പ്രസ്റ്റീജ് വാല്യൂ അല്ലെങ്കിൽ പ്രീമിയം ഉൽപ്പന്നമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗ് ഉണ്ടെങ്കിൽ അതിനെയും പ്രൈം പാക്കേജിംഗ് എന്നാണ് പറയുക. ഇനി മറ്റൊന്നാണ് സെൽഫ് ലിക്വിഡേറ്റർ എന്ന് പറയുക. സെൽഫ് ലിക്വിഡേറ്റർ പാക്കേജിംഗ്. Self-liquidator means here the buyer has to send the company a number of packages or a part of package as an evidence of buying the product.
പല ഉൽപ്പന്നവും വാങ്ങുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ഡിസ്കൗണ്ട് കൂപ്പൺ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കേജിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഡിസ്കൗണ്ട് വൗച്ചർ എന്ന് എഴുതിയിട്ട് $25 എന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാക്കേജ് നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ആ കടയിൽ ആ സപ്ലയർ അടുക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $25 കിട്ടുകയോ അല്ലെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പന്നം നെക്സ്റ്റ് ടൈം വാങ്ങുമ്പോൾ $25